അതേ ദിവസം വീണ്ടും ഒരു പ്രകാരം ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സുവിശേഷം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരറിവ് ദേശത്തേക്ക് പകരുവാൻ കർത്താവ് ഞങ്ങൾക്കൊരുക്കിയ അവസരത്തിനായി നന്ദിയോളം സ്തോത്രം. ഇന്നേ ദിവസം ഇവിടെ സംബന്ധിക്കുന്ന ദൈവദാസന്മാരായതുകൊണ്ട് ഈ ദേശനിവാസികൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് അല്പസമയം ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ചിന്തിപ്പാനുള്ള സമയത്തെ കൈമാറുന്നു. കൊട്ടാരക സെന്ററിന്റെ അധ്യക്ഷനായിരിക്കുന്ന, അതുപോലെ കൊട്ടാരക സെൻട്രൽ സെക്രട്ടറിയായി സേവനം വഹിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ വിനോദദാസ് അവറുകൾ അല്പസമയം നമ്മുടെ ദൈവത്തിൽ സംസാരിക്കുന്നതായിരിക്കും. കർത്താവദാസനെ ആ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ഈ ദേശത്തോട് കർത്താവിൻ്റെ വചനം അറിയിക്കുവാൻ എളിയവരാകുന്ന അടിയങ്ങൾക്ക് ലഭിച്ച ഭാഗ്യപദവിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ദേശമാണ് ഈ മെതുകുമേൽ പ്രദേശമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അനവധി നാളുകളായി ദൈവവചനം ശ്രദ്ധിക്കുകയും ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് അറിയുകയും അത് പലപ്പോഴും കേട്ട് ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ദേശമാണ്. സത്യവചനം എന്താണെന്ന് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു ദേശമാണ്. അതിനാൽ ഈ ദേശത്തോട് സുവിശേഷം സംസാരിക്കുന്നതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു. അത് വളരെ എളുപ്പമുള്ള ഒരു പ്രവൃത്തിയായിട്ട് കാണുകയാണ്. സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ ദൈവവചനം സംസാരിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു പ്രവൃത്തിയാകുമ്പോൾ ഈ ദേശം അതിന് വളരെ പരിചിതമാകയാൽ വളരെ വേഗത്തിൽ ഒരു ചിന്ത നിങ്ങളുടെ മുൻപാകെ അറിയിച്ചതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം പുസ്തകങ്ങളടങ്ങിയ ഒരു ഗ്രന്ഥമായിട്ടാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തെ കാണുവാൻ കഴിയുന്നത്. ഓരോ പുസ്തകങ്ങളിലും വിവിധങ്ങളായ അധ്യായങ്ങളും അതോടൊപ്പം വാക്യഭാഗങ്ങളും ചേർന്നിട്ടുള്ള ഒരു മഹത് ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഇവിടെ ഈ വൈകിയ സമയം വിശുദ്ധ വേദപുസ്തകത്തിലെ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അനേകം വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട് എങ്കിലും ഇന്ന് സന്ധ്യാസമയത്തെ അല്പസമയത്തെ വചനചിന്തയ്ക്ക് വേണ്ടി വായിപ്പാൻ ആഗ്രഹിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യവും 15-ാം വാക്യവുമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഈ വചനഭാഗം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഈ വചനത്തിൻ്റെ അന്തസത്ത ഒരിക്കൽ കൂടെ മനസ്സിലാക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എന്ന വ്യക്തി കൊരിന്ത്യ എന്ന പട്ടണത്തിൽ അവിടെയുള്ള സഭയ്ക്ക് വേണ്ടി എഴുത്തുകൾ എഴുതിയതിൻ്റെ 2-ാമത്തെ എഴുത്തിൻ്റെ 5-ാമത്തെ അധ്യായമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരാമർശം അവിടെ പൗലോസ് നമുക്ക് നൽകുകയാണ്. വാക്യത്തിൻ്റെ 1-ാമത്തെ ഭാഗം പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. സുവിശേഷ യോഗങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പല സ്ഥലങ്ങളിലും സുവിശേഷം അറിയിക്കുമ്പോൾ അവനെ അതിനുവേണ്ടി പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്.
ക്രിസ്തുവിന്റെ സ്നേഹത്താലുള്ള പ്രചോദനമാണ് പൗലോസിനെ അനേകം സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനായി പ്രേരിപ്പിച്ചത്. ഏത് പ്രവൃത്തി ചെയ്യണമെങ്കിലും അതിനൊരു പ്രേരക ഘടകം ആവശ്യമാണ്. നാം എല്ലാവരും ജോലി കാര്യങ്ങൾക്ക് ഭവനങ്ങളിൽ നിന്ന് കടന്നു പോകുന്നവരാണ്. വെറുതെ ആരും ജോലിക്ക് പോകാറില്ല. തങ്ങളെ തൊഴിൽ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായ വേതനം, കൃത്യമായ ജോലിയോടുള്ള ആത്മാർത്ഥത എന്നീ പ്രേരക ഘടകങ്ങളോടുകൂടെയാണ് നാം ജോലിയിൽ പ്രവേശിക്കുന്നത്, ജോലിക്ക് പോകുന്നത്. ജോലി കഴിയുമ്പോൾ കൃത്യമായൊരു വേതനം അതിൽ നിന്ന് ലഭിക്കും. ആ വേതനം നിമിത്തം നമ്മുടെ ഭവനത്തിൻ്റെ ക്രമീകരണങ്ങൾ, ഭവനത്തിൻ്റെ അവസ്ഥയുടെ സന്തുലിതാവസ്ഥകൾ നിലനിർത്തി കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് നാം എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ്, നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ സുവിശേഷം അറിയിക്കുവാൻ അപ്പോസ്തലനായ പൗലോസിനെ പ്രേരിപ്പിച്ച ഘടകം ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിമിത്തമാണ് പൗലോസ് സുവിശേഷം അറിയിച്ചതെങ്കിൽ അതേ പ്രേരക ഘടകം തന്നെയാണ് ഇന്നും സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നിമിത്തം ഈ ദേശത്തോട് ഞങ്ങൾ അറിയിക്കുന്ന സുവിശേഷം ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവരെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യക്തമായി പരാമർശിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് കാണുകയാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, അതുകൊണ്ട് എല്ലാവരും മരിച്ചു. ആ വാക്യഭാഗത്തെ ഒന്ന് വിശകലനം ചെയ്താൽ ദൈവവചനം പറയുന്നു, മരണമെന്ന അവസ്ഥ ലോകത്തിൽ കടന്നു വന്നത് എന്ത് നിമിത്തമാണ്? പാപം നിമിത്തം ലോകത്തിൽ മരണം പ്രവേശിച്ചു. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പാപം ചെയ്യുന്നവൻ മരിക്കണമെന്ന് വേദപുസ്തകം വ്യക്തമായി അറിയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവൻ മരിക്കുക തന്നെ വേണം. മരിക്കണം എന്നുള്ളത് വചനത്തിൻ്റെ നിശ്ചയമായ കാര്യമാണ്. എന്നാൽ പാപം ആരംഭിച്ചത് എവിടെയെന്ന് പരിശോധിച്ചാൽ ഏദനിൽ ആദിമ മാതാപിതാക്കളായ ആദമും ഹവ്വയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർ അനുസരിക്കാതെ ദൈവം കൊടുത്ത കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചത് നിമിത്തം അവർ ദൈവിക കൽപ്പനയ്ക്ക് വിരുദ്ധമായി നിന്നതിനാൽ അവർ പാപം ചെയ്തു എന്ന് വേദപുസ്തകം വായിക്കുകയാണ്. വേദപുസ്തകത്തിൽ പറയുന്നു, ദൈവത്തിന്റെ കൽപ്പന നിരസിച്ച ആദാമും ഹവ്വയും പാപം ചെയ്തു. ഇനി അടുത്ത ഘട്ടം, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആദമും ഹവ്വയും മരിക്കണം എന്നത് ദൈവത്തിന്റെ നിയമത്തിന്റെ നിശ്ചയമാണ്. അങ്ങനെയെങ്കിൽ ഇതാ ആദമിനെയും ഹവ്വയെയും വീണ്ടും പാപം ചെയ്ത് അവർ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്ന് എന്നേക്കും പാപത്തിൽ ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന് യഹോവയായ ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവർ തോട്ടത്തിൽ നിന്ന് വെളിയിൽ വന്നു. ചില ശാപത്തിന്റെ അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വന്നു. അവർ ദിനനാളുകൾ മുൻപോട്ട് പോയി. എന്നാൽ ദൈവം കരുണാസമ്പന്നനാകുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നതിനാൽ കരുണാസമ്പന്നനായ ദൈവം തൽക്ഷണം പാപത്തിന്റെ ശമ്പളമായ മരണത്തിലേക്ക് ആദമിനെയും ഹവ്വയെയും കടത്തിവിടാതെ അവരെ വീണ്ടും വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ആദമിനെയും ഹവ്വയെയും മരണത്തിന് ഏൽപ്പിച്ചു കളയാതെ വീണ്ടും മടക്കിയെടുക്കുവാൻ ആഗ്രഹിച്ച ദൈവം തലമുറകൾ കഴിഞ്ഞതിന് ശേഷം യഹോവയായ ദൈവം സ്ത്രീയുടെ സന്തതിയായി അവൻ മനുഷ്യവേഷമെടുത്തു, ഭൂമിയിലേക്ക് കടന്നു വന്നു.
സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കാൽവറി ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിണിത ഫലമായ മരണം, എല്ലാവരും അനുഭവിക്കേണ്ട മരണം, എല്ലാവരും മരണത്താൽ ഇതാ പാപത്തിന്റെ ശമ്പളം അനുഭവിക്കേണ്ട സ്ഥാനത്ത് ഹോവയായ ദൈവം ഒരു പ്രത്യേക ക്രമീകരണം, ഒരു പദ്ധതി തീരുമാനിക്കുകയാണ്. ഇവിടെ വായിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. ആ വാക്യത്തിന്റെ സാരാംശം ഇങ്ങനെയാണ്: ആദം മുതൽ തലമുറയായി 62 തലമുറകൾക്ക് ശേഷം കാൽവറി ക്രൂശിൽ യാഗമാകുവാൻ പോകുന്ന, അടക്കപ്പെടുവാൻ പോകുന്ന, അല്ലെങ്കിൽ കാൽവറി കുലമരത്തിൽ 2 കള്ളന്മാരുടെ മധ്യേ മരിക്കുവാൻ അല്ലെങ്കിൽ കൊല്ലപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഓരോ മനുഷ്യനും പാപങ്ങൾ നിമിത്തം മരിച്ചു പോകേണ്ട അല്ലെങ്കിൽ മരണത്തിനകപ്പെടേണ്ട സ്ഥാനത്ത് യേശുവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണ്. ഓരോ മനുഷ്യന്റെയും മരണത്തിന് പകരമായി അവൻ മരിച്ചു എന്ന് വായിക്കുകയാണ്. അവൻ മരിച്ചതുകൊണ്ട് നാമും മരിച്ചു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇവിടെ ഒരു സംശയത്തിന് സാധ്യതയുണ്ട്. പാപം ചെയ്തെങ്കിലും മരിച്ചില്ലല്ലോ, മരണത്തിന് ഏൽപ്പെട്ടു പോയില്ലല്ലോ, ശരീരം കൊണ്ട് മരിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ഇതാ ദൈവവചനം വ്യക്തമായി പറയുന്നു, പാപം ചെയ്ത ദേഹി മരിക്കും എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ആത്മീയമായ മരണം മനുഷ്യന് സംഭവിക്കേണ്ട സ്ഥാനത്ത് സർവശക്തനായ ദൈവം സ്ത്രീയുടെ സന്തതിയായി അവൻ ഭൂമിയിലേക്ക് വന്ന് സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. അതുകൊണ്ട് നാം അനുഭവിക്കേണ്ട ശിക്ഷയും അതേപോലെ കർത്താവ് അനുഭവിച്ച് നാം മരണത്തിന് അധീനരാകേണ്ടത് സ്ഥാനത്ത് അവൻ നമുക്ക് വേണ്ടി മരിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. കാരണം ഇനി ശരീരത്തിൽ മനുഷ്യൻ മരിക്കേണ്ട ആവശ്യമില്ല, പാപത്തിന്റെ ശമ്പളം അനുഭവിക്കേണ്ട ആവശ്യമില്ല, പാപത്തിന്റെ ശമ്പളം അത് പേറിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചു എന്ന് വായിക്കുകയാണ്. ഇവിടെ വിശേഷമേറിയ ഒരു പദം ശ്രദ്ധിച്ചാൽ അറിയാം, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് അവിടെ വായിക്കുകയാണ്. നമുക്കാർക്കെങ്കിലും എല്ലാവർക്കും വേണ്ടി മരിക്കുവാൻ സാധിക്കുമോ? മനുഷ്യൻ മരിക്കുന്നത് മുൻപോട്ട് ജീവിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ്. ഏത് മനുഷ്യനും മരിച്ചു പോകുന്നത് അല്ലെങ്കിൽ മരണത്തിന് അധീനനായി തീരുന്നതിന്റെ കാരണം അവന് നാളെ ജീവിപ്പാൻ സാധ്യമല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ്. ജീവൻ തന്റെ ശരീരത്തിൽ നിലനിർത്തുവാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അവൻ മരിച്ചു പോകുന്നു എന്ന് പറയുകയാണ്. സമ്പന്നനായാലും ദരിദ്രനായാലും അവന്റെ ജീവിതത്തിൽ ജീവൻ നിലനിർത്തുവാൻ ശരീരത്തിന് സാധിക്കാതെ വരുമ്പോൾ അവൻ മരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തനിക്ക് തന്നെ ലോകത്തിൽ ജീവിപ്പാൻ സാധ്യമല്ലാത്തതിനാൽ ആരും മരിക്കുന്നത് മറ്റുള്ളവന് വേണ്ടിയല്ല, ആരും മരിക്കുന്നത് മറ്റാരുടെയും ഗുണത്തിനു വേണ്ടിയല്ല. എന്നാൽ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു, യേശുക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അവന്റെ പേര് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം ഒരുവനെ മരിച്ചിട്ടുള്ളൂ, അത് സർവശക്തനായ ദൈവമായ കർത്താവ് ജഡത്തിൽ ഭൂമിയിലേക്ക് വന്ന യേശു എന്ന മനുഷ്യനാകുന്നു. അവനാണ് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെങ്കിൽ എല്ലാവർക്കും വേണ്ടി അവൻ എന്തെല്ലാം ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന് എഴുതിയ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, 10ഉം 11ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് ഒരു ഭാഗം നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ഇതാ ആട്ടിടയന്മാരോടായി
ദൂതൻ സംസാരിക്കുന്ന വാക്കുകളെയാണ് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത്. പ്രാരംഭത്തിൽ നമ്മൾ ചിന്തിച്ചുവല്ലോ, യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. രണ്ടാമത് നാം വായിച്ച വചനത്തിൽ നിന്ന് കാണുവാൻ കഴിയുകയാണ്, ഒരു ദൂതൻ ആട്ടിടയന്മാരോടായി സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് ദൂതൻ പറയാൻ കാരണം, രാത്രിയിൽ ആട്ടിടയന്മാർ വിശ്രമവേളയിൽ ദൂതൻ അവരുടെ അടുക്കൽ വന്നപ്പോൾ ആ വലിയ പ്രകാശം കണ്ട് ആട്ടിടയന്മാർ ഭയപ്പെട്ടുപോയി. അവരെ സമാധാനിപ്പിച്ചതിന് ശേഷം ദൂതൻ അവരോട് സംസാരിക്കുകയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദൂതൻ ആട്ടിടയന്മാരോട് സംസാരിക്കുന്ന സദ്വർത്തമാനം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, എല്ലാവർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ആ സന്തോഷം എന്താണ്? ഇപ്രകാരം വായിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്ന ശിശുവിനെ കുറിച്ച് ദൂതൻ ആട്ടിടയന്മാരോട് സംസാരിക്കുന്ന വിശേഷണ പദമാണ് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. യേശു കർത്താവാണ്, യേശു ക്രിസ്തുവാണ്, യേശു രക്ഷിതാവാണെന്ന് ദൂതൻ ആട്ടിടയന്മാരോടായി അറിയിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ദൂതൻ ഈ വർത്തമാനം അറിയിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക വിശേഷണം അല്ലെങ്കിൽ പ്രത്യേക കാര്യം, ആട്ടിടയന്മാരെന്നത് ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ ആയിരിക്കുന്ന ഒരു ജനവിഭാഗമാണ്, സാധാരണ വിഭാഗമാണ്. അവർ സാമ്പത്തികമായ ഉയർച്ചയിലുള്ളവരല്ല. ആടിനെ മേയിച്ച് പുൽമേടുകളിൽ പോയി ആടുമായി സംസർഗം ചെയ്ത് മനുഷ്യന്റെ ഇടയിൽ അല്ലെങ്കിൽ സമൂഹമായി ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് മാറി നിന്ന് ജീവിതം കഴിച്ചു പോകുന്ന ഒരു കൂട്ടമാണ് ആട്ടിടയന്മാർ എന്നുള്ളത്. ആട്ടിടയന്മാർ ഒരു വലിയ ജനാവലിയോടുകൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ കൂടെ താമസിക്കുന്നവരല്ല. രാവിലെ അവർ ആടുമായി പോകുന്നു, വൈകിട്ട് ഭവനങ്ങളിലേക്ക് വരുന്നു. ജനങ്ങളുമായി വലിയ സംസർഗം അവർക്കില്ല. അവർ ജനങ്ങളുമായിട്ട് അത്രമാത്രം സംസർഗമില്ലാത്തതിനാൽ അല്ലെങ്കിൽ സാമൂഹ്യമായി ജീവിക്കുന്നവരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പലപ്പോഴും പലരും അറിയാറുമില്ല. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൂതൻ ഈ സമൂഹത്തിൽ ഇടയിൽ നിൽക്കുന്ന ആട്ടിടയന്മാരോടാണ് സംസാരിക്കുന്നത്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അപ്പോൾ യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളത്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയവന്റെ ഭവനങ്ങളിലല്ല, ചെറിയവന്റെ ഭവനങ്ങളിൽ, ആട്ടിടയന്മാരുടെ ഭവനങ്ങളിൽ സംസാരിക്കുവാനായിട്ട് ദൂതൻ വരികയാണ്. അവരറിഞ്ഞു, അവരത് കേട്ടു, അവരത് അന്വേഷിച്ച് ചെല്ലുവാനിടയായി തീർന്നു. എന്നാൽ നാം മനസ്സിലാക്കണം, യേശു ജനിച്ചത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സർവ്വജനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. ഭൂമിയിൽ ആരെല്ലാം ഉണ്ടോ, അന്ന് വരെ ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ, നാളെ ആരെല്ലാം ജനിക്കുവാൻ പോകുന്നുവോ, ലോകാവസാനം വരെയും ഏതെല്ലാം മനുഷ്യർ ഭൂമിയിൽ ജനിക്കുന്നുവോ അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള മഹാസന്തോഷമായിട്ടാണ് കർത്താവ് ജനിച്ചത്. അങ്ങനെയെങ്കിൽ ആട്ടിടയന്മാരോടായി മാത്രം അറിയിച്ചാൽ ആ സദ്വർത്തമാനം എല്ലാവരിലും എത്തുകയില്ല. നാം അതേസമയം മനസ്സിലാക്കണം, മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കിഴക്ക് ഒരു നക്ഷത്രം ഉദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഈ നക്ഷത്രം ഉദിക്കുന്നത് വിദ്വാൻമാർക്ക് വേണ്ടിയാണ്. അവർ യേശുവിന്റെ ജനനത്തെ അറിയുവാനിടയായി തീരുകയാണ്. വിദ്വാൻമാർക്ക് വേണ്ടി ഒരു നക്ഷത്രം കിഴക്കുദിച്ചു. അവർ അന്വേഷിച്ചു, ഈ നക്ഷത്രം വിശേഷതയുള്ളതാണ്, അവർ രാജാവ് പിറന്നിരിക്കുന്നു എന്ന ഒരു വാർത്ത അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവർ രാജാവിന്റെ കൊട്ടാരത്തിൽ അന്വേഷിപ്പാനിടയായി തീർന്നു. വിദ്വാൻമാരെന്നാൽ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവർ, സമൂഹത്തിൽ സമ്പന്നരായവർ, വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്ന നിലയിലായിരിക്കുന്നവർ ശ്രേഷ്ഠന്മാർ. എന്നാൽ അവർക്കും കർത്താവ് ജനിച്ചു എന്നുള്ള വർത്തമാനം അവരും അറിയുവാനിടയായി തീരുകയാണ്. നാം മനസ്സിലാക്കണം, എല്ലാവർക്കും വേണ്ടി ഒരുവൻ ജനിച്ചപ്പോൾ അത് രാജാവിന്റെ കൊട്ടാരത്തിൽ അറിഞ്ഞു, വിദ്വാൻമാരുടെ ഇടയിൽ അറിഞ്ഞു, താഴേക്കിടയിൽ ആട്ടിടയന്മാരുടെ അടുക്കലും
ആ വർത്തമാനം എത്തുവാനിടയായി തീർന്നു. നാം വായിക്കുന്നു, ഇതാ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. എല്ലാവർക്കും വേണ്ടി യേശു ജനിച്ചു. ഒരുവന് വേണ്ടി മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ജനവിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, ഒരു പ്രത്യേക കൂട്ടത്തിന് വേണ്ടിയല്ല യേശു ജനിച്ചത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അതാട്ടിടയന്മാരുടെ അടുക്കൽ എത്തേണ്ട വിധം എത്തി, വിദ്വാൻമാരുടെ ഇടയിൽ എത്തേണ്ടടുത്ത് എത്തി, രാജാവിന്റെ കൊട്ടാരത്തിൽ എങ്ങനെ എത്തണമോ ആ വഴിയിലൂടെ എത്തുവാനിടയായി തീർന്നു. യേശു ജനിച്ചത് സകലരുടെയും നന്മയ്ക്ക് വേണ്ടി. കർത്താവിന് സ്തോത്രം. വീണ്ടും നമുക്ക് ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി കർത്താവ് എന്തായി തീർന്നു? അവൻ ജീവിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. അവന്റെ ജീവിതം എല്ലാവർക്കും വേണ്ടിയായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ തന്നെ 12-ാം അധ്യായം അതിന് 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനോട് തൻ്റെ ശിഷ്യന്മാർ വന്ന് പറയുന്ന ഒരു വാർത്ത നമുക്ക് അവിടെ കാണാൻ കഴിയും. തൻ്റെ അപ്പനും അമ്മയും യേശുവിനോട് സംസാരിക്കേണ്ടതിന് വേണ്ടി ആലയത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു പ്രത്യേക സന്ദർഭം നമുക്ക് കാണാം. അവിടെ യേശുവിനോട് ശിഷ്യന്മാർ വന്ന് പറയുന്ന ഒരു കാര്യം, ഗുരു, നിന്നോട് സംസാരിപ്പാനായി നിന്റെ അപ്പയപ്പന്മാർ പുറത്ത് കാത്തു നിൽക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം, എൻ്റെ അമ്മയാർ, എൻ്റെ അപ്പൻ, എൻ്റെ സഹോദരന്മാർ ആർ? ഇതാ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും. അവൻ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് തിരിഞ്ഞിട്ട് അവൻ ഇപ്രകാരം പറഞ്ഞു, ഇതാ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. യേശു പഠിപ്പിക്കുന്ന ചിന്ത അപ്പനെയും അമ്മയെയും തള്ളിക്കളയണമെന്നുള്ള ഒരു ചിന്തയല്ല നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശവും യേശു ഭൂമിയിൽ കടന്നു വന്നതിൻ്റെ താല്പര്യവും യേശു പ്രസ്താവിക്കുകയാണ് നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അമ്മയും അപ്പനെയും കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, നിന്റെ അപ്പനും അമ്മയും നിന്നോട് സംസാരിക്കുവാനായി കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ അവരോട് പറയുന്ന ഒരു കാര്യം, അവരല്ല എൻ്റെ അപ്പനും അമ്മയും, ഇതാ എൻ്റെ സഹോദരന്മാരും ഇവരാണ്. അവൻ പുരുഷാരത്തെ കാണിച്ചിട്ട് പറയുകയാണ്, ഇവരാണ് എൻ്റെ സഹോദരന്മാർ, ഇവരാണ് എൻ്റെ അപ്പനും അമ്മയും. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ എനിക്ക് പിതാവും എനിക്ക് സഹോദരന്മാരുമായിരിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും അമ്മയും ആകുന്നു എന്ന് യേശു വ്യക്തമാക്കി അവിടെ നമ്മെ കാണിക്കുകയാണ്. ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, യേശു ഒരു മാതാപിതാവിൽ കൂടെ, ഭൗതികമായ ഒരു മാതാപിതാവിൽ കൂടെ ജനിച്ചുവെങ്കിലും അവൻ വന്നതും ജീവിച്ചതും അവൻ ആ കുടുംബത്തിന് വേണ്ടിയല്ല. ഇപ്രകാരം പറയുന്നു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെല്ലാം എനിക്ക് മാതാവും പിതാവും സഹോദരന്മാരുമാകുന്നു. കർത്താവിന് സ്തോത്രം. യേശുവിനെ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനെ ആര് അനുസരിക്കുന്നുവോ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ആര് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുവോ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ആര് നിലകൊള്ളുവാൻ തയ്യാറാകുന്നുവോ, അവരാണ് യേശുവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെന്ന് അവിടെ കാണുവാൻ കഴിയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് സന്ധ്യാസമയം പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, അവൻ ജീവിച്ചത് അവരെല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ ആരൊക്കെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, ആരൊക്കെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നുവോ അവർക്ക് വേണ്ടി അവൻ ജീവിക്കുവാനിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. 3 കാര്യങ്ങളാണ് നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞത്. ഒന്ന്, അവൻ ജനിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായിട്ടാണ് കർത്താവ് ജനിച്ചത്. 2, അവൻ ഭൂമിയിൽ ജീവിച്ചത് 33 വയസ്സ് വരെ, 33.5 തിരുവയസ്സ് വരെ ജീവിച്ചുള്ളൂ എങ്കിലും അവൻ ജീവിച്ചത് എല്ലാവർക്കും വേണ്ടി അവൻ ജീവിക്കുവാനിടയായി തീർന്നു. എല്ലാവർക്കും വേണ്ടി അവൻ ജീവിച്ചുവെങ്കിൽ അവൻ മരിച്ചതും എല്ലാവർക്കും വേണ്ടിയായിരുന്നു എന്ന് കാണാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യാസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു ആത്മീക സത്യമുണ്ട്. അവനെല്ലാവർക്കും വേണ്ടി ജനിച്ചു, അവനെല്ലാവർക്കും വേണ്ടി ജീവിച്ചു, അവനെല്ലാവർക്കും വേണ്ടി മരിച്ചു. കാരണം എല്ലാവരും മരിക്കേണ്ട സ്ഥാനത്ത്, എല്ലാവരും പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് അധീനനായി തീരേണ്ട സ്ഥാനത്ത് അവന്റെ ജീവിതം, അവന്റെ ജനനം, അവന്റെ മരണം അത് എല്ലാവർക്കും വേണ്ടിയായിരുന്നു. കർത്താവിന് സ്തോത്രം.
ഇതാ ഒരു പ്രത്യേക രാജ്യത്തിനോ ഒരു പ്രത്യേക വിഭാഗത്തിനോ പ്രത്യേക നിറത്തിലുള്ളവർക്കോ വേണ്ടി മാത്രമല്ല കർത്താവ് ജനിച്ചതും ജീവിച്ചതും മരിച്ചതും. അവൻ സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ജനിപ്പാൻ, ജീവിപ്പാൻ, മരിക്കുവാനിടയായി തീർന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ആ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിച്ച വചനത്തിന്റെ 3-ാമത്തെ ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു: ഇനി ജീവിക്കുന്നവർ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് ജീവിക്കണം. ഏറ്റവും അതിപ്രധാനമായ ഒരു ചിന്തയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എല്ലാവരും മരിക്കേണ്ട സ്ഥാനത്ത്, പാപത്തിന്റെ ശമ്പളമായ മരണമെന്ന അവസ്ഥയ്ക്ക് മനുഷ്യൻ അധീനനായി തീരേണ്ട സ്ഥാനത്ത്, ആ പാപത്തിന്റെ ശമ്പളം മനുഷ്യനിൽ നിന്ന് മാറ്റി കർത്താവായ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചുവെങ്കിൽ, തിരുവചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു, ജീവിക്കുന്നവർ, അവിടെ ജീവിക്കുന്നവർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കപ്പെട്ടവരാണ്. മനുഷ്യൻ പാപം ചെയ്താൽ മരിക്കണമെന്നുള്ള ദൈവനിശ്ചയമാകയാൽ അത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. കർത്താവ് നമുക്ക് വേണ്ടി അത് ഏറ്റെടുത്തു. ആ അവസ്ഥയിലേക്ക് കർത്താവ് എത്തപ്പെട്ടു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ മരിച്ചു. തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ആരൊക്കെ അവനെ കൈക്കൊള്ളുന്നുവോ, കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവനെ സ്വീകരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആയിരുന്നുവെന്ന് ഹൃദയത്തിൽ അംഗീകരിക്കുക, അത് ഹൃദയപൂർവ്വം വിശ്വസിക്കുക, അത് ഹൃദയത്തിൽ നിന്ന് വായുകൊണ്ട് ഏറ്റുപറയുക. അങ്ങനെയെങ്കിൽ നമുക്ക് കർത്താവിനെ കൈക്കൊള്ളുവാൻ കഴിയും. ഒരു സംശയം നമുക്കതിന്റെ പിന്നിൽ വരുവാൻ കഴിയും. യേശു മരിച്ചപ്പോൾ അല്ലെങ്കിൽ മരിക്കുന്നത് വരെയും ആരെല്ലാം പാപം ചെയ്തുവോ, ഏതെല്ലാം മനുഷ്യൻ പാപത്തിന് അധീനനായി തീർന്നുവോ അവരുടെ എല്ലാം പാപമല്ലേ ക്ഷമിക്കുകയുള്ളൂ എന്ന് മനുഷ്യന്റെ ചിന്തയിൽ കടന്നു വന്നേക്കാം. അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യന്റെ ചിന്തയിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ തിരുവചനത്തിന്റെ സത്യം അങ്ങനെയല്ല. യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്റെയും പാപത്തിന് വേണ്ടി ആയിരുന്നു എന്നുള്ള ഒരു അംഗീകരണമാണ് മനുഷ്യനെ ദൈവത്തിന്റെ മകനാക്കി തീർക്കുന്നത്, ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഏറ്റവും ലളിതമായ ഒരു വലിയ പ്രവൃത്തിയാണ് നാം ചെയ്യുന്നത്. പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറയാം. ഏറ്റവും ലളിതമായ ഒരു വലിയ പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്. എന്റെ കർത്താവ് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആയിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഹൃദയപൂർവ്വം അംഗീകരിച്ച് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് അവന്റെ മക്കളായി തീരുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമുക്ക് അവന് വേണ്ടി ജീവിക്കുവാൻ ഇടയായിത്തീരും. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് നിർണയിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമുക്ക് വേണ്ടി മരിച്ചവൻ, സകല മാനവരാശിക്ക് വേണ്ടി മരിച്ചവൻ, അവനെ അംഗീകരിക്കുക, അവന് വേണ്ടി ജീവിക്കുക, അവനായി ജീവിക്കുക എന്നതാണ് തിരുവചനത്തിന്റെ ആധികാരികത. ഈ സന്ധ്യാസമയം ഈ മെതുകുമേൽ പ്രദേശത്ത് ഒരിക്കൽ കൂടെ നിന്നുകൊണ്ട് ദൈവവചനം സംസാരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, എല്ലാവർക്കും വേണ്ടി നമ്മുടെ കർത്താവ് ജനിച്ചു, എല്ലാവർക്കും വേണ്ടി നമ്മുടെ കർത്താവ് ജീവിച്ചു, എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചു. ആകയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചുവെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു, നാം അവനായി ജീവിക്കണം, നാം അവന് വേണ്ടി ജീവിക്കണം. നമുക്കായി മരിച്ച് ഉയർത്തെഴുന്നേറ്റവന് വേണ്ടി ജീവിക്കുവാൻ നാം തയ്യാറെടുക്കുമ്പോഴാണ് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റവന്റെ പ്രവൃത്തി പൂർത്തിയായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് സന്ധ്യാസമയം ഒരിക്കൽ കൂടെ നിങ്ങളോടായി ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ
ക്രിസ്തുവിന്റെ സ്നേഹം നിമിത്തം നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അതുകൊണ്ട് നാം എല്ലാവരും മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ചവന്റെ അടുക്കലേക്ക് വന്ന് അവനെ അനുസരിപ്പാൻ, അവന് വേണ്ടി ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ തിരുവചനത്തിന്റെ സത്യങ്ങളെ അറിയിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയതിൽ കർത്താവിന് നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വൈകിയ വേളയിൽ ഈ ദേശത്തോട് കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ സമാധാനത്തെക്കുറിച്ചുള്ള ദൂതറിയിപ്പാൻ തക്കവണ്ണം തൻ്റെ പ്രത്യേക കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിന് കൊടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർ അല്ലെങ്കിൽ സ്വീകരിക്കുന്നവർ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, അവർ ഭവനമൊന്നടങ്കമായി രക്ഷ പ്രാപിക്കുന്നു തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ ദൈവിക സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിൽ സമാധാനം തരുവാൻ മറ്റൊരുവനുമില്ല എന്ന് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് തിരുവചനം സ്പഷ്ടമായി ഘോഷിക്കുന്നു. ആകയാൽ പ്രിയദേശ നിവാസികളെ, ക്രിസ്തുവിൻ്റെ രക്ഷ മൂലം നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം അനുഭവിക്കുന്നു, രോഗശാന്തി അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ഇതാ ലഹരി വിമുക്തമാകുന്ന അനുഭവങ്ങളിലേക്ക് നമ്മെ നയിപ്പാൻ സുബോധത്തോടെ നമ്മെ നയിക്കുന്നു. ഈ ദേശനിവാസികളൊന്നടങ്കമായി നമുക്ക് ഈ വൈകിയ വേളയിൽ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുവെങ്കിൽ ഞങ്ങളോട് ചേർന്നൊരു നിമിഷം നിങ്ങൾ കണ്ണുകളെ അടയ്ക്കുക. നിങ്ങളുടെ അവസ്ഥകൾ ഒരുപക്ഷെ രോഗക്കിടക്കയിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം, ഏത് സ്ഥലങ്ങളിലായിരുന്നാലും ഒരു നിമിഷം നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കൂ. തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമായി തീരുവാനിടയായി തീരും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവകൃപാലുവാകുന്ന സ്വർഗീയ പിതാവേ, ഇന്ന് വൈകിയ വേള ഞങ്ങൾ കേട്ട വചനങ്ങൾക്ക് മുമ്പാകെ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തെ സമർപ്പിക്കുകയാണ്. കർത്താവേ, യേശുക്രിസ്തു സകല മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടി ജനിച്ചു, അതേ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. സ്വർഗസ്ഥലത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി കടന്നു പോയിരിക്കുകയാണല്ലോ. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കിയാൽ അവനിരിക്കുന്നിടത്ത് ഞങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നതാകുന്ന വാഗ്ദത്തം അതേ ജനം അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തെ ജീവിപ്പാൻ തക്കവണ്ണം അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുമാറാകട്ടെ. ഈ ദേശത്തോട് അവിടുത്തെ കൃപ ചൊരിയുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ന്യായവിധിയിൽ നിന്നും ദേശത്തെ സംരക്ഷിക്കുമാറാകണം കർത്താവ്. പ്രകൃതിക്ഷോഭങ്ങൾ നോക്കിയും ദേശത്തെ സംരക്ഷിക്കുമാറാകണം. ദൈവിക സമാധാനത്തിൽ ഇവിടെയായിരിക്കുന്ന ഭവനങ്ങളെ അവിടുന്ന് സംരക്ഷിക്കുമാറാകണം. ആരെങ്കിലും രോഗാവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ അവർക്ക് വിടുതൽ നൽകി ആശ്വസിപ്പിക്കുമാറാകണം കർത്താവേ. അങ്ങയുടെ നാമം മൂലമായി രക്ഷ കരസ്ഥമാക്കിക്കൊണ്ട് സ്വർഗീയ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ ഈ സമയം ഇടയാക്കി തീർക്കുമാറാണ് അപേക്ഷിക്കുന്നു കർത്താവേ. കൃപയാൽ ഞങ്ങളെ കർത്താവെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. മാനവ മഹത്വത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന സമാധാനവും ഈ ദേശത്തോടും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരോടും ഇന്നും എന്നേക്കും എപ്പോഴും കൂടെ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.